നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉച്ച വ്ളോഗാണ് കേട്ടോ. രാവിലെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അലാറം ചതിച്ചു. അപ്പൊ എണീക്കാൻ വേണ്ടിയിട്ട് വൈകി കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ എടുത്ത് വരുമ്പോഴേക്കും കുട്ടികൾക്ക് പോകാൻ വേണ്ടി വൈകും. അപ്പൊ രാവിലെ ചപ്പാത്തിയും സ്റ്റൂ കറി, നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റൂ എന്ന് പറയും, അതായിരുന്നു കറി. അവര് കഴിച്ചു. കണക്കുട്ടിയൊക്കെ കൊണ്ടുപോയില്ല, പൂച്ചിട്ടി കൊണ്ടുപോയി. അവൻ കഴിച്ചു പോയി കേട്ടോ. അപ്പൊ നമുക്കിനി ഉച്ചയാകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റവ് ഒന്ന് പണി മുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയി നേരാക്കിച്ചു. റേഷൻ കടയിൽ പോയി അരിയൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും നേരം ഇത്തിരി ആയിട്ടുണ്ട്. ഇത്ര ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിയായി. എനിക്ക് ചപ്പാത്തിരിക്ക് ഉണ്ട് ഉച്ചയ്ക്ക് ഇട്ടാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഫുഡിന്റെ പരിപാടി നേരത്തെ ആക്കിയാൽ നമുക്ക് ലൈവ് കയറുമ്പോഴത്തേക്കും പിന്നെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സമയമാവില്ല. അപ്പൊ നമ്മളിനി കാര്യം പറഞ്ഞു നിൽക്കണില്ല. ചൂര നമുക്ക് ഇന്നലെ കിട്ടിയതായിരുന്നു. അപ്പൊ അത് ഇന്നലെ 3 കഷ്ണം എടുത്തിട്ട് വറുത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ തലി മാറ്റിട്ട് നമുക്ക് കറി വയ്ക്കാൻ വറുക്കുകയും ചെയ്യാം. പിന്നെ പുളിയിഞ്ചി അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വേഗം ഫുഡിന്റെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാം. കുക്കിംഗ് തുടങ്ങാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, സവാളയൊക്കെ ഇന്നലെ കുറച്ച് ആക്കി വെച്ചതുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തൊലി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വേഗം അരിഞ്ഞ് സെറ്റ് ചെയ്യാം കേട്ടോ. മുളകിടാം. വറുത്തരച്ച കറിക്ക് നമ്മൾ മിഞ്ഞാന്ന് വെച്ചൂല ചെമ്മീന്, നമുക്ക് മുളകിടാം. അതാകുമ്പോൾ വേഗം കഴിയുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് വേഗം അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. കാര്യം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞു നിൽക്കുക. അതുകൊണ്ടാണ് ചെറുള്ളി എടുക്കാനുള്ള മടിയുണ്ടും നേരാക്കാനുള്ള മടിയുണ്ട്. നമ്മളിന്ന് സവാള വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ദിവസമൊക്കെ അങ്ങനെ പോകട്ടെ, ഒരു ദിവസമൊക്കെ മടിയാവാം. എനിക്ക് ചിക്കൻ കറിയിലേക്കായാലും മീൻ കറിയിലേക്കായാലും ചെറുള്ളിയാണ് കേട്ടോ ഇഷ്ടം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇതിപ്പോൾ മടിയോണ്ടും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ടും ഞാനത് സവാളയിലുണ്ട് ഒതുക്കിയതാണ്. അപ്പോൾ ഇന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ചെറുള്ളി ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അത് നിന്ന് ഉണ്ടാക്കേണ്ട ഒരു മടിയോണ്ടാണ്. പിന്നെ ടൈം അങ്ങനെ പോകുമല്ലോ. അതുകൊണ്ട് നമ്മൾ സവാള അരിഞ്ഞു വെച്ചു, തക്കാളി അരിഞ്ഞു വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു നമ്മുടെ ഇടിമുട്ടി പൊക്കണ്ട മടിക്ക് കയ്യിൽ നല്ല വേദനയാണ് കേട്ടോ. അത് എപ്പോഴും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്കും വേദന ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെ അങ്ങോട്ട് ചതച്ചു കേട്ടോ. ഇനി നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സുർക്ക എല്ലാം കൂടെ, സുർക്ക മീൻസ് ഈ വിനാഗിരി എല്ലാം കൂടെ ഒഴിച്ചിട്ട്, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതിനകത്ത് പെരുംജീരകവും കൂടെ ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മസാലയൊക്കെ ആക്കി വെച്ച് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നാൽ കറി ആകുമ്പോഴേക്കും അതിനകത്തേക്ക് ഉപ്പും മുളകൊക്കെ നല്ലോണം അങ്ങോട്ട് പിടിച്ചോളും. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതൊരു തട്ടിക്കൂട്ട് മീൻകറിയാണ് കേട്ടോ. ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കാറ്, ഞാൻ വഴറ്റിയിട്ടാണ് മിക്കതും ചെയ്യാറ് കേട്ടോ. പിന്നെ സവാള ഇടാറുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് സവാള വെച്ചിട്ട് ഉണ്ടാക്കണം. എങ്ങനെയാണോ മധുരിക്കുമോ എന്നൊക്കെ തോന്നുന്നു എനിക്ക്. ഞാൻ സവാള അധികം മീൻകറിക്ക് യൂസ് ചെയ്യാറില്ല. വഴറ്റിയിട്ടാണെങ്കിൽ ഓക്കെ കേട്ടോ. നമ്മൾ മത്തിയൊക്കെ വഴറ്റി നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കില്ല, അപ്പം ഞാൻ ഇടാറുണ്ട്. എന്നാലും അതിനകത്തേക്ക് ഞാനൊരു പിടി ചെറുള്ളി എടുക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ പുളിവെള്ളം പിഴിഞ്ഞതിലേക്ക് നമ്മുടെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക സവാള എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങോട്ട് ഉപ്പ് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് അത് ഇപ്പുറത്തെ അടുപ്പിലും നമുക്ക് മീൻ വറക്കാനുള്ള പരിപാടി നോക്കാം. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി ഉപ്പേരി ഉണ്ടാക്കണ്ടേ എന്നുള്ള ടെൻഷനല്ല, വേണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ്. ടെൻഷനൊന്നുമില്ല കേട്ടോ, ഉപ്പേരിക്കുള്ളതുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കണ്ടേ എന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ ചോദിച്ചു. എന്തായാലും ഇപ്പുറത്ത് മീൻ അങ്ങോട്ട് വറക്കാം. നമ്മളിത് ആ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കൂടെ ചൂടാകുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കും. വേപ്പില ഇട്ട് കൊടുത്തിട്ട് ആ മീനും കൂടെ അങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കും. വേപ്പില ഇടുമ്പോൾ ഒരു ഷീന്നൊരു സൗണ്ട് കേൾക്കില്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. എന്നിട്ട് മീനൊക്കെ അതിലേക്ക് പെറുക്കി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്നും ആവണ സമയം കൊണ്ട് 2 കായിരിക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ മറന്നു പോകും, പഴുത്ത് പോകും, കേടായി പോകും. അപ്പോൾ അത് കയ്യോടെ അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ഇവിടെ പൂജട്ടിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് കായപ്പേരി. ഷാജറ്റിനും ഇഷ്ടമാണ്. ഷാജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനും പൂജട്ടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു കായപ്പേരി ഇല്ലേ, എനിക്ക് കട്ടൻ ചായയുടെ കൂടെ നല്ല ഇഷ്ടം. നമ്മൾ ഉള്ളിമുളകൊക്കെ ചതച്ചിട്ടിട്ട് ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ വൻപയറും കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ കായ അങ്ങോട്ട് നുറുക്കിയിട്ട് കൊടുത്ത് അതിൻ്റെ കറിയും കാര്യങ്ങളും അങ്ങോട്ട് പൊക്കോളും. അതൊക്കെ നുറുക്കിയിട്ടെടുത്ത് അതിൻ്റെ തൊലി അതാ പുറത്ത് കയ്യോടെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിടാം. ഇനിയിപ്പോൾ ഞാൻ ആ വേസ്റ്റ് ബോക്സ് അങ്ങോട്ട് കഴുകി എടുത്തേച്ചത് അതിലിടാൻ വേണ്ടി മടിയായിട്ടാണ് ഈ പോണത്. നല്ല വെയിലാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടണ ചൂടുള്ള വെയിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. കുറച്ച് മുന്നേ ആണെങ്കിൽ പെരുമഴയുടെ അയ്യരുകളിയായിരുന്നു കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ മീൻ്റെ തലയും വാലക്കൈക്ക് പെറുക്കിയിട്ട് കൊടുത്തു. ഇവിടെ തലക്കറി നല്ല ഇഷ്ടമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമില്ലാത്ത എന്ന് ചോദിക്കരുത്. തലക്കറിക്ക് ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. അത് വേറെ എന്തൊക്കെ ചെയ്താലും കിട്ടില്ല. ഞാൻ ഒട്ടുമിക്ക മീൻ്റെയും തല കളയില്ലേ. കോരല്ലേ, പുതിയാപ്പിളക്കോര, ചെമ്പല്ലി എന്നൊക്കെ പറയും, അതിൻ്റെ തല മാത്രമേ എടുക്കാത്തുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ എടുക്കും എന്നാണ് അർത്ഥം. പിന്നെ ഇതാ ഞാൻ ഈ പറഞ്ഞ പോലെ
ആ കറി തിളയ്ക്കുന്ന നേരം കൊണ്ട് നമ്മുടെ അരിപ്പാത്രം ഒരു കാലിയാവാറായിട്ടുണ്ടായിരുന്നു, ലാസ്റ്റിലേക്കായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം ഓടിപ്പോയിട്ട് റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒന്നും എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വീഡിയോ എടുത്ത് തരാനും ആളുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സ്റ്റവ് നേരാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഓട്ടപ്പാച്ചിൽ രാവിലെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ അരിപാത്രത്തിൽ ഇതാ അരി എടുത്ത് നിറച്ച് വയ്ക്കുക. എപ്പോഴും അരിപാത്രം നിറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നിലത്ത് ഈ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ പാത്രം വെക്കേണ്ടത് കേട്ടോ. വല്ല മരപ്പലകയോ പറഞ്ഞ പോലെ പലകയോ അങ്ങനെ എന്തെങ്കിലും അമ്മമ്മയ്ക്ക് പറഞ്ഞുള്ള അറിവ്, അതുകൊണ്ട് ഞാനിപ്പോഴും അങ്ങനെ ചെയ്യും. എന്നിട്ട് നമ്മുടെ അരിപ്പാത്രമൊക്കെ നിറച്ച് അതിലേക്ക് ആക്കി വെച്ചു. ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലും ആക്കി വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയും മുളകും ഇട്ടതല്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. നല്ല ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഇട്ട് കൊടുത്തു. ഈ സമയം കൊണ്ട് നമ്മുടെ മീനും വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഇനി അത് ആ ഒരു സൈഡും കൂടെ മുകണ സമയം കൊണ്ട് നമ്മുടെ മീൻകറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്തിടാം കേട്ടോ. ചെറുള്ളിയിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഒന്ന് കുറുന്നനായ ചാറാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. എനിക്കിങ്ങനെ ചെറുള്ളിയിൽ വറുത്തിട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ചെറുള്ളി അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ അതിലാണ് വറുത്തിട്ടിട്ടുള്ളത്. അപ്പോൾ ചെറുള്ളി നമ്മുടെ ഉലുവയും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് കണ്ട് താളിച്ചൊഴിക്കാം. നമ്മുടെ കറി എനിക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുത്തതും ഏറെക്കുറെ ആയിട്ടുണ്ട്, കറി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി തന്നെ ഒന്ന് കഴുകി മോറിയിട്ട് അതിൽ വെക്കാം കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ എടുക്കണം, എനിക്ക് മടിയാണ് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ കഴുകണം. പിന്നെ ഇപ്പോൾ ടപ്പട്ടപ്പയ്യം തന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, മെല്ലെ ആയാൽ മതി. അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ എല്ലാതും വയ്ക്കാൻ വേണ്ടി നോക്കും. ഇല്ലെങ്കിൽ ഒരെണ്ണം ആ ഒരു പാനിൽ എടുക്കുകയും ചെയ്യും. ഇപ്പോൾ വറക്കാൻ വേണ്ടി അത് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും ആ ഒരു സമയത്ത് കുറച്ചൊരു സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചട്ടി കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ കായ കഴുകിയിട്ട് ഇട്ട് കൊടുത്തു. പാകത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് അത് അങ്ങോട്ട് വേവാൻ വേണ്ടി അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു സമയത്ത് ആയിക്കോളും. ഇനി നമുക്ക് ഉള്ളത് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് വേഗം നമുക്ക് ആ മീൻ വറുത്തത് ഒരു കുഞ്ഞു പാത്രത്തിലാക്കിയിരിക്കുക. എന്നിട്ട് ബാക്കി ഇരിക്കുന്ന വലിയ പാത്രങ്ങളൊക്കെ അല്ലേ, അത് കൈയോടെ അങ്ങോട്ട് കഴുകി വയ്ക്കുക. എനിക്കിങ്ങനെ വലിയ പാത്രത്തിലാക്കി വെക്കുക എന്ന് പറയുന്നത് കണ്ണിൽ കണ്ടാൽ കണ്ടുകൂടാട്ടോ. ഇപ്പോൾ ഈ ചട്ടിയിൽ എന്താ ചേച്ചി മീൻകറി വെച്ചിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് ആ കറി ഇരുന്നിട്ട് ഒന്നും കൂടെ തിളച്ച് കുറുകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് ആകുമ്പോഴേക്കും അതങ്ങോട്ട് മാറ്റും. ചട്ടിയിലാണുള്ള കറി മാത്രമാണ് ഞാൻ മാറ്റാണ്ട് വയ്ക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒഴിച്ച് ചെറിയ പാത്രത്തിലാക്കി അടച്ച് വെച്ച് ആ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ആ ടേബിളുമിലാണ് നമ്മൾ ഫുഡ് ആയത് വയ്ക്കുക. ഇവിടെയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി കഴുകി തുടച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ടാബ് കാണുമ്പോൾ ഒരു വൃത്തിമേനൊക്കെ നമുക്ക് തന്നെ ഒരു ഫീൽ തോന്നും, ഗുഡാണ്, സൂപ്പറാണ് എന്നുള്ളത്. പക്ഷേ അത് അവിടെ മൊത്തം ഈ ഫുഡ് ഉണ്ടാക്കിയത് നിരത്തി അങ്ങോട്ട് വെക്കുമ്പോൾ ആകെ കൂടെ ഒരു അലമ്പ് പോലെ തോന്നും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ കൈയോടെ കഴുകി വെച്ചിട്ട് നമ്മളിതാ ഇവിടെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് പൊക്കോളും. എന്നിട്ട് ഞാൻ തുടയ്ക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ചെടുക്കുകയും ചെയ്യും. ഒന്നിങ്ങോട്ട് മാറുന്നതിൻ്റെ ശേഷം വെക്കുള്ളൂ, ഒരു ധാരാളം വെള്ളം പോകാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതാ അപ്പോഴേക്കും കായ വെന്തൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമുക്കിതിന് വറുത്തിടാം ചട്ടിയിൽ തന്നെ. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ കുത്തിക്കാച്ചുക എന്ന് പറയില്ലേ, അത് കുത്തി വെച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു വെന്തിരിക്കുന്ന കായ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കുത്തി കാച്ചിയ കായുപ്പേരി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ഫുഡ് കഴിക്കാൻ, ചോറുണ്ടാൻ വേണ്ടിയിട്ടാ. ചൂട് ചോറ് ഈ ഒരു ഉപ്പേരി മതി കേട്ടോ. എന്താ വെച്ചാൽ ഈ കുത്തി കാച്ചിയ ഉപ്പേരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഇനി നമുക്ക് ആ ചീനച്ചട്ടി മാത്രമേ കഴുകാനുള്ളൂ, അതിൻ്റെ ചൂട് മാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്റ്റൗവും കിച്ചൺ ടാമ്പൊക്കെ കൂടെ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കാം. മീനൊക്കെ വറുത്തതിനെ കൊണ്ടും കറി വെച്ചതിനെ കൊണ്ടൊക്കെ അതിൻ്റെ ഒരു ഉളുമ്പ് സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കംഫർട്ടോ ഷാമ്പുവോ ഇതേപോലെ ആ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുലുക്കി റെഡിയാക്കി വെക്കും. നല്ല സ്മെല്ലാണ്. കംഫർട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം നിൽക്കൂട്ടോ, ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കിച്ചണിൽ നിന്ന് അങ്ങോട്ട് പൊക്കോളും. എന്നിട്ട് മൊത്തത്തിൽ സ്പ്രേ ചെയ്തിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ സ്റ്റൗവിനകത്തുള്ള എണ്ണയുടെ സ്മെൽ, ഈ പറഞ്ഞ പോലെ എണ്ണമയവും കാര്യങ്ങളും അതിൻ്റെ അടിയിൽ എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കിച്ചണിൻ്റെ സ്റ്റൗവിൻ്റെ താഴെയൊന്നും ഒരു വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അത് ഡെയിലി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയും നമുക്ക് ആ ഒരു സംഭവമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ വറുത്തതും ഉപ്പേരി, പിന്നെന്താ മീൻ കറി, പിന്നെ അച്ചാറും പുളിയിഞ്ചിയും ഓണത്തിൻ്റെയാണ്. അപ്പോൾ ഫുഡൊക്കെ കണ്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഞാൻ ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ചോറ് രാത്രി വെക്കാം, ഫുഡോട് വരുമ്പോഴേക്കും വെക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഇരിക്കും, ഞാനത് കഴിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് അത് എന്തായാലും കേടുവരും, ഈ കുഴൽവെള്ളമായിട്ടേ. അപ്പോൾ അത് കാരണം അത് വലിയ പാടാം. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി, എന്താ ക്ലിയർ ഇല്ലേ ഇവിടെ? അപ്പോൾ നമുക്ക് ചപ്പാത്തി മീൻ കറിയും കൂട്ടിയിട്ട്, മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം.
ഒരു 5 മണി 5 മണി ആവണ്ട, ഒരു 4-4:30 ആകുമ്പോൾ ചോറ് വയ്ക്കാം. അപ്പോഴേക്കും കുട്ടിയോട് വരുമല്ലോ. അപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് കേട് വരില്ല. അങ്ങനെ കൊള്ളവെള്ളം ആവുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി രാത്രി 10-10:30 ആവും. അപ്പോൾ കേട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇനി ഫുഡ് കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. 3 മണിക്ക് നമുക്ക് ലൈവിൽ കയറാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് 2-3 ചപ്പാത്തി മീൻ വറുത്തതും പിന്നെ നമ്മുടെ ഉപ്പേരി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഉപ്പേരി കുറേ കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കായപ്പേരിയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ 3 നേരമൊക്കെ ഒന്ന് ചപ്പാത്തി ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, രാത്രിയിലേക്ക് ഇല്ല. രാത്രിയിൽ ചോറാക്കാൻ എന്തായാലും സാരില്ലേ, ചപ്പാത്തി അല്ലേ. നല്ല ടേസ്റ്റാണ് ചപ്പാത്തി, കറി ചപ്പാത്തിക്ക് ടേസ്റ്റ് ഉണ്ട്. കുട്ടികളില്ലാത്ത ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ചടപ്പ് കേസാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തട്ടി കൂട്ടിയിട്ടൊക്കെ കഴിക്കുക ചെയ്യുക. ഇപ്പോൾ BP-യുടെ പ്രശ്നം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള മടിയുണ്ട്. നേരത്തിന് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ, വെള്ളവും കുടിക്കുന്നുണ്ടേ. ലൈവൊക്കെ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റിങ്ങിന് കുറച്ച് നേരം ഇരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ് ഉമ്മർത്ത് ഇങ്ങനെ വന്നിരുന്ന കറണ്ട് പോയിട്ടായിരുന്നു കേട്ടോ. കുറേ നേരമായിട്ട് ഉള്ളിലിരിക്കാൻ വേണ്ടി നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെ പുറത്ത് വന്നിരുന്നപ്പോൾ നല്ല കാറ്റുണ്ട്. ഏകദേശം കുട്ടികൾ വരാറായിട്ടുണ്ട് കേട്ടോ. അവർ വരുന്നവരോടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അത് വിസിൽ വരുന്നത് ഇവിടെ ഇരുന്ന് കേൾക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. കറണ്ട് വന്നിട്ട് ഉള്ളിലേക്ക് പോവാം കേട്ടോ. ഇപ്പോഴാണ് ഒരു 5:30 കഴിയും അവരെത്താൻ വേണ്ടിയിട്ട്. 5 മണി ആവണേ ഉള്ളൂ. എപ്പോഴേക്കും എത്താമെന്നാവുക രണ്ടാളും കൂടെ. ഇന്നിപ്പോൾ തോട്ടിലും പോകാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ തിരുമ്പാൻ കുറച്ചുണ്ട് കേട്ടോ. ഇന്നലത്തെ ഒക്കെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇന്നലത്തെ കുറച്ച് ബാക്കിയല്ല, ഇന്നലെ നമ്മൾ ഇട്ടതും ഇന്ന് രാവിലത്തേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോട്ടിൽ പോകണം. ഇവിടെ ഇരുന്ന് അങ്ങനെ അവർ വരണത് കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ. ചൂട് ഉള്ളിൽ ഭയങ്കര ചൂടാണ്. അയ്യോ, ഇനി വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോഴേക്കും ചോറാവുകയും ചെയ്യും. ഇനിയിപ്പോൾ രാത്രിക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് അങ്ങനെ ഇന്നത്തെ ദിവസങ്ങൾ പോവും. കുറേ നേരമൊക്കെ ഞാൻ ഇരുന്ന് നോക്കിയിട്ടോ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അകത്തേക്ക് കയറി പോയ സമയത്ത് രണ്ടും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. കണ്ണക്കുട്ടിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പൂജിട്ട് വന്ന പാടെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ചപ്പാത്തിയും മീൻകറിയും ഉപ്പേരി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറ് അവിടെ ഇരിക്കുക. ഇനി രാത്രിയിലേക്ക് രാവിലത്തേക്ക് അധികമാവും എന്തോന്നും അറിയില്ല. എന്തായാലും രാവിലത്തേക്ക് നമുക്കൊരു പഴങ്കഞ്ഞി സെറ്റാക്കണം എന്നിട്ട്. രാവിലത്തേക്കല്ല, നാളത്തേക്ക് കുറേ ഞാൻ കുടിക്കണം, പഴങ്കഞ്ഞി കുടിക്കണം വിചാരിക്കുന്നു. അങ്ങനെ പൂജിട്ടി ഫുഡൊക്കെ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടി നിന്ന്. നമുക്ക് വിളക്ക് കൊളുത്തുന്ന സമയം ആവാറായിട്ടുണ്ട്. വൈകിട്ടാണ് നമ്മൾ ഒട്ടുമിക്കതും വൈകിട്ടാണ് അടിച്ചു വാരി തുടയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വരെ അലമ്പില്ലാണ്ട് കിടക്കും. രാവിലെ ആകുമ്പോൾ ഈ കുട്ടികളുടെ പോക്കും എല്ലാം കൂടെ എനിക്ക് നടക്കില്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് രാവിലെ ഒരു കഥയാവും. എന്നാൽ തന്നെ 5 മണിക്കൊന്നും നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വീഡിയോ എടുക്കണോണ്ട് അരമണിക്കൂറിൻ്റെ കാര്യം 1.5 മണിക്കൂറാവും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് രാവിലെ. അതുകൊണ്ട് വൈകിട്ടാണ് എല്ലാം ഇവിടെ അടിച്ചു വാരി തുടച്ചിട്ട് അങ്ങോട്ട് കുളിച്ച് വിളക്ക് വയ്ക്കും. ഇന്നിപ്പോൾ തിരുമ്പാൻ പോകാൻ വേണ്ടിയിട്ട് നേരമില്ല. ഇനിയും എനിക്ക് കൈയിൻ്റെ അവിടെ നല്ല ഇവിടെ ഇങ്ങനെ പിന്നെ വീങ്ങിയിട്ട് നല്ല പെയിനുണ്ട്. കൈ ഇങ്ങോട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റുന്നില്ല, അത്രയും വേദന ഉണ്ട്. അപ്പം എന്തിനാ തുടയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. പൂജയ്ക്ക് പീരീഡ്സൊക്കെ ആയിട്ട് ആൾക്കും ഒട്ടും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാൻ മാർഗ്ഗമുള്ളൂ. വേദന ഉണ്ട്, സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴല്ലേ എനിക്ക് ആ ഒരു വേദനയോടുള്ള ദേഷ്യവും സങ്കടമൊക്കെ അങ്ങോട്ട് മാറണ പോലെ തോന്നും. ഇരട്ടി വേദന എനിക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ വരാം. പക്ഷേ ആ ഒരു ദേഷ്യത്തിൽ, ആ വേദനയുടെ ദേഷ്യത്തിൽ ഞാൻ നിന്നിട്ട് അങ്ങോട്ട് ചെയ്യും. അങ്ങനെ കേട്ടോ. എന്നിട്ടൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ കഞ്ഞിക്കൂർക്കല്ലേ അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു നടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒരു ഇതിലാക്കി ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഞാട്ടി വെച്ചു. എന്താ പറയുക, ഇങ്ങനെ നട്ട് വെച്ചു. അതവിടെ മുളയ്ക്കുകയാണെങ്കിൽ മുളയ്ക്കട്ടെ, എന്നിട്ട് പിന്നീട് നമുക്ക് മാറ്റി നട് എന്തെങ്കിലും ചെയ്യാം. അതങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വാടി പോകുമ്പോൾ എനിക്ക് എന്തോ സങ്കടം. എന്നിട്ട് എല്ലാ ചെടികൾക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നല്ല വെയിലാണല്ലോ, മഴ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങോട്ട് പെറുക്കി എടുത്ത് വെച്ചാൽ മതി. ഇതൊക്കെ കൂടെ നമ്മുടെ ഈ ഒരു തുളസിയും ഇപ്പോൾ പറഞ്ഞ പോലെ കറ്റാർവാഴി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ചെടികളുടെ ഏറെക്കുറെയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ നമുക്ക്. ഇല്ലെങ്കിൽ അവിടെ നിന്നിട്ട് വെള്ളം ഒഴിക്കാനും പറ്റില്ല. പിന്നെ അവിടെ മൊത്തത്തിലൊരു വൃത്തിയിലല്ല ഇരിക്കുന്നത്. ഞാൻ ആ ഒരു നമ്മുടെ ഇതില്ലേ പച്ചക്കറി നടണ എന്ത് ബാഗ് എന്നാ പറയുക ആ സാധനം, ഞാൻ മറന്നു. അതിനകത്ത് കുറച്ച് വിത്തോൾ കൊണ്ടുവന്ന് നടണം എന്ന് വിചാരിച്ചിട്ടാണ് ആ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ അവിടുന്ന് മാറ്റും ഞാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ചെടിച്ചട്ടികൾ കാശൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ബഡ്ജറ്റ് ഒക്കെ പാസ്സാവുന്ന സമയത്ത് നമുക്ക് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞ് ബാക്കിലേക്ക് പോയി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പൂജയോട് ലൈവിൽ നമ്മളുടെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കയ്യും കാലൊക്കെ കഴുകിയിട്ട് വേഗം ആ ഡ്രസ്സുകൾ അങ്ങോട്ട് എടുത്തു. അതൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു.
അവിടെ കണ്ടില്ലേ സൂര്യ ഉദിച്ച് വരുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഉദിച്ച് വരല്ല, അസ്തമിക്കണ ആ ഒരു സമയമാണ്. എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ. എന്നിട്ട് ഇതാ വിരിച്ചിട്ടിരിക്കുന്ന തുണികളൊക്കെ എടുത്തു, നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മൾ രാത്രിയിൽ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മടക്കി വയ്ക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനൊരു കുളി അങ്ങോട്ട് പാസ്സാക്കി. ഉച്ചയ്ക്ക് മീൻ കഴിച്ചുകൊണ്ട് തന്നെ വൈകിട്ട് വിളക്ക് കൊടുത്തണമെന്നുണ്ടെങ്കിൽ തല നനച്ചു കേട്ടോ. തല നനച്ചിട്ട് ഇനി നമ്മൾ വിളക്ക് വെച്ച് ബാക്കി ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചെല്ലി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കി ഷോർട്സ് ഉണ്ടെങ്കിൽ എടുക്കാണ്ടാവും, എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അതുണ്ടാവും. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ചേച്ചി വീഡിയോ ഈ ടൈപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചലഞ്ചിങ് വീഡിയോ, ഫുഡിൻ്റെ ചലഞ്ചിങ് വീഡിയോ ഒക്കെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നമ്മൾ ലൈവ് ഒന്നരാടാക്കിയിട്ടുണ്ട് വെച്ചാൽ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു, ഇന്നില്ല, ഇനി നാളെ ഉണ്ടാവും കേട്ടോ. അത് പോസ്റ്റ് ചെയ്യാൻ നാളെ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടുമാണ് ഇരിക്കണേ. നാളെ അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.